ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ടെക് ടോക്സ്. നമ്മളുടെ കമ്പ്യൂട്ടർ, അതായത് ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പതുക്കെ സ്ലോ ആയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, നമുക്ക് അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് 4 കാരണങ്ങൾ നമുക്ക് അതിനുവേണ്ടി കണ്ടെത്താം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. അതായത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലെ ടെമ്പററി ഫയൽസ് അടിഞ്ഞുകൂടി ആ കാരണം കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആവും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്, അതായത് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ ഓണാവുന്നത് കൂടി ലോഡായി അതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് ആ കാരണം കൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സ്ലോ ആവാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വൈറസിൻ്റെ പ്രശ്നം ഉണ്ടാവും. എന്തെങ്കിലും വൈറസുകൾ കയറിയിട്ട് ആ ഒരു കാരണം കൊണ്ട് കമ്പ്യൂട്ടർ സ്ലോ ആവാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയറിൻ്റെ പ്രോബ്ലം കൊണ്ട്, അതായത് ഹാർഡ് ഡിസ്കോ റാമോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പെരിഫറൽസ് കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് കമ്പ്യൂട്ടർ സ്ലോ ആവാം. ഇനി നമുക്കിത് എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ടെമ്പററി ഫയൽസ് ആണല്ലേ. ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസാണ്, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കീബോർഡിൽ വിൻഡോസിൻ്റെ കീ ഇല്ലേ, ആ വിൻഡോസ് കീ +R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കമാൻഡ് ബോക്സ് വരും. ഇവിടെ നമ്മൾ %temp എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഫയൽസും ഫോൾഡേഴ്സും ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് Ctrl+A അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനൊന്നും സംഭവിക്കില്ല. അതുപോലെ എല്ലാ ഫയൽസും ചിലപ്പോൾ ഡിലീറ്റ് ആവണമെന്നുമില്ല. കാരണം ചില ഫയൽസ് ഏതെങ്കിലും പ്രോഗ്രാംസ് ആയിട്ട് ലിങ്ക് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ആവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽസ് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിലീറ്റ് കളയാം. അതുപോലെ നമുക്ക് റീസെൻറ്റ് ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് അതുപോലെ വിൻഡോസ് കീ +R ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ %temp പകരം റീസെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുമ്പ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കാണാത്തത്. ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എല്ലാ ഫയൽസും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്, അതായത് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് കൊണ്ടുള്ള സ്ലോ എങ്ങനെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് നമുക്ക് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വിൻഡോസ് 10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാസ്ക് മാനേജർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മാനേജർ കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ Ctrl+Shift+Escape അടിച്ചാലും ഈ ടാസ്ക് മാനേജർ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് പ്രോസസ്സർ പെർഫോമൻസ് ആപ്പ് ഹിസ്റ്ററി സ്റ്റാർട്ടപ്പ്, ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആവശ്യമില്ലാത്തതെല്ലാം ഇവിടെ ഏത് പ്രോഗ്രാംസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാംസ് സെലക്ട് ചെയ്തിട്ട് ഡിസേബിൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത തവണ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാം കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഓൺ ആവില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഗ്രാംസ് എല്ലാം ഉണ്ടല്ലേ, ഇപ്പോൾ ഇവിടെ ഇത് നോക്കിയാൽ നമുക്ക് കാണാം റിയൽടെക് HD ഓഡിയോ മാനേജർ, ഇത് അതുപോലെ സിനാപ്റ്റിക് ടച്ച്, ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ സംബന്ധമായ പ്രോഗ്രാംസ് ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്തിടാം. കാരണം ഈ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്താൽ മാത്രമായിരിക്കും ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസസിൻ്റെ എല്ലാ ഫീച്ചറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമുക്ക് ഒരു കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഗ്രാംസ് സർവീസസ് ഉണ്ട്, അതും നമുക്ക്
ഡിസേബിൾ ചെയ്യാം. അതിനായിട്ട് നമ്മൾ വിൻഡോസ് +R അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് ബോക്സ് വരും. ഇവിടെ msconfig എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ വരുന്ന വിൻഡോയിൽ ഇവിടെ സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കണ്ടില്ലേ, ഈ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഹൈഡ് ഓൾ മൈക്രോസോഫ്റ്റ് സർവീസസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതുമൂലം നമുക്ക് വിൻഡോസ് സംബന്ധമായ എന്തെങ്കിലും സർവീസ് നമ്മൾ ആക്സിഡൻ്റലി ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിൻഡോസ് ബൂട്ട് ചെയ്യാതെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് അത് ടിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ലിസ്റ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത സർവീസസ് നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. ഇത് നമ്മൾ ഡിസേബിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഗ്രാംസ് ചിലപ്പോൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് ലൈസൻസിങ് സർവീസസും അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവേണ്ടതുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാംസ് നിങ്ങൾക്ക് റൺ ആവില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് പ്രോഗ്രാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് അഗേൻസ്റ്റ് നമുക്ക് ടിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് ഷെഡ്യൂളും കൂടി സെർച്ച് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഷെഡ്യൂളർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് ഷെഡ്യൂളർ വരും. അത് ഓപ്പണായി വരുമ്പോൾ ഇവിടെ ടാസ്ക് ഷെഡ്യൂളർ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും ലിസ്റ്റ് വരും. അത് നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് കൊണ്ടുള്ള സ്ലോ നമുക്ക് മാറിക്കിട്ടും. ഇനി മൂന്നാമത്തെ പ്രശ്നം നമുക്ക് വൈറസ് കൊണ്ടുള്ള പ്രശ്നമാണ്. വൈറസ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും വൈറസുകൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ കളയാന്നുള്ളതാണ്. അങ്ങനെ കളഞ്ഞാലും ചില ആഡ്വെയർസോ അങ്ങനെ പ്രോഗ്രാംസ് ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ടാവും. അതായത് ആൻറ്റിവൈറസ് വൈറസ് അല്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാംസാണ് ഈ ആഡ്വെയർസ്. ചിലപ്പോൾ എല്ലാ ആൻറ്റിവൈറസും ഈ ആഡ്വെയർസുകളെ ഡിറ്റക്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ വരുന്ന ആഡ്വെയർസിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ADW Cleaner എന്നൊരു ഫ്രീ ടൂളുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സ്കാൻ ചെയ്യാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അവിടെ ADW Cleaner എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇവിടെ രണ്ടാമത്തെ ലിങ്കായിട്ട് ഇതുണ്ടല്ലേ ഡൗൺലോഡ് ADW Cleaner എന്നുണ്ട്. ഫസ്റ്റ് ലിങ്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, രണ്ടാമത്തായിരിക്കും കുറച്ചും കൂടി എളുപ്പമാവുക. അപ്പോൾ ഈ രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ADW Cleaner ഇത് ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും. എപ്പോഴും ലേറ്റസ്റ്റ് വേർഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കാരണം ഓരോ ദിവസവും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ റെക്കഗ്നൈസ് ചെയ്യാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ, അതായത് ഇപ്പോൾ നമ്മൾ പഴയ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പഴയ വേർഷൻ സ്കാൻ ചെയ്താലും കിട്ടാതെ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ആഡ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നായിരിക്കും ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആൾക്കാരും നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിച്ചിട്ട് വേണം സ്കാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കാൻ എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് സ്കാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാംസ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത ശേഷം സ്കാനിന് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. സ്കാനിന് ക്ലിക്ക് ചെയ്യുക. സ്കാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഓൾറെഡി സ്കാൻ ചെയ്തതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യണമെന്നില്ല. ആഡ്വെയർ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ യുവർ സ്കാൻ ഈസ് കംപ്ലീറ്റ്, നോ ഐറ്റംസ് വർ ഡിറ്റക്റ്റഡ് ഓൺ യുവർ സിസ്റ്റം എന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. കാരണം ഞാനിത് ഓൾറെഡി സ്കാൻ ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ പാതിയായിട്ടാണ് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്കിപ്പ് ബേസിക് റിപ്പയർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലുള്ള സിസ്റ്റത്തിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആഡ്വെയർസും റിമൂവ് ആവുന്നതാണ്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി.
കമ്പ്യൂട്ടർ സ്ലോ ആവാനുള്ള മറ്റു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ റാം ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്തേ നിവൃത്തിയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റാം ആവശ്യമുള്ള സോഫ്റ്റ്വെയർ, ഉദാഹരണത്തിന് ഫോട്ടോഷോപ്പ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റാം കൂടുതലായിട്ട് ആവശ്യം വരും. അതിന് റാം ആഡ് ചെയ്തേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫോൾട്ടി ആയ റാം, അതായത് റാമിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും സ്ലോ ആവാം, അതിന് നമുക്ക് മറ്റൊരു റാം മാറ്റിയിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി അവസാനത്തേത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂ കൊണ്ട് സ്ലോ ആവുക എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് ഹാർഡ് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും സ്ലോ ആവുന്നുണ്ടാവുക. അതിന് നമുക്ക് അത് സ്ലോ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് AW ക്ലീനർ പോലെ വേറൊരു ടൂളുണ്ട്. നമുക്ക് ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ചെക്ക് ചെയ്യാനായിട്ട്. ഹാർഡ് ഡിസ്ക് സെൻറ്റിനൽ എന്നാണ് പേര്. ഹാർഡ് ഡിസ്ക് സെൻറ്റിനൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ജസ്റ്റ് ഹാർഡ് ഡിസ്ക് സെൻറ്റിനൽ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലിങ്ക് തന്നെ അവരുടെ സൈറ്റാണ് കിട്ടുക. അതിൽ നമുക്ക് ഡൗൺലോഡ് ഹാർഡ് ഡിസ്ക് സെൻറ്റിനൽ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹാർഡ് ഡിസ്ക് സെൻറ്റിനൽ സ്റ്റാൻഡേർഡ് എഡിഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. കാരണം ഈ സോഫ്റ്റ്വെയറിൽ മറ്റൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ തന്നെ മതിയാവും. കാരണം മറ്റുള്ള വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാതെ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഈ സ്റ്റാൻഡേർഡ് വേർഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയലായിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം കുറച്ച് ദിവസത്തേക്ക്. നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. സാധാരണ നോർമൽ ഒരു ഇൻസ്റ്റാളേഷൻ പോലെ തന്നെ ലൈസൻസ് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആവും. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ 2 ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് 2 എണ്ണമായിട്ട് കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ എൻ്റെ പ്രൈമറി ഹാർഡ് ഡിസ്ക് SSD ആണ്, രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ 2 ഹാർഡ് ഡിസ്കും 100% ആണ് ഹെൽത്ത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിസ്കുകളെല്ലാം ഇതിൽ കാണിക്കും. ഇവിടെ ഈ പെർഫോമൻസ് 100%, ഹെൽത്ത് 100% എന്ന് കാണിക്കുന്നില്ല. ഇവിടെ ഏതിലെങ്കിലും ഒന്നിൽ 100%ന് പകരം ഏതെങ്കിലും നമ്പേഴ്സ് കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ കാണിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇവിടെ പെർഫോമൻസോ ഹെൽത്തോ ഏതെങ്കിലും ഒന്നിൽ കുറവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യാൻ നോക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയും ഹാർഡ് ഡിസ്ക് ഇടയ്ക്ക് ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെച്ച് ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സിസ്റ്റത്തിന് പെർഫോമൻസ് കൂടുകയും ചെയ്യും, നമ്മുടെ ഡാറ്റയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹെൽത്തിലോ പെർഫോമൻസിലോ എന്തെങ്കിലും കുറവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഹാർഡ് ഡിസ്ക് മാറ്റാം. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണ്, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഹാർഡ് ഡിസ്കിന് പകരം SSDയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം SSD ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നിങ്ങൾ ഹാർഡ് ഡിസ്കിലാണ് വിൻഡോസ് യൂസ് ചെയ്യുന്നതെങ്കിൽ SSDയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും, ക്ലോസ് ആവുകയും നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇത്രയുമാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആയാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അതിനുള്ള പ്രതിവിധി. ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ മാറ്റുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതല്ല നമ്മുടെ സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസ്, നേരത്തെ പറഞ്ഞ ഇഷ്യൂസിൽ എന്തെങ്കിലും ഒന്നുകൊണ്ടാണ് വന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ മാറ്റിയെടുക്കാം. അതല്ല ഈ 3 സ്റ്റെപ്പും ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹാർഡ് ഡിസ്കും 100% ആണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിൻഡോസ് ഒന്ന് ഡാറ്റ എല്ലാം ബാക്കപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം സർവീസ് ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ സഹായം തേടുക. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും
ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.